നമസ്കാരം. എരവട്ടൂരിലെ ഒരു പഴയ വീടിന്റെ മുകളിൽ വിയർത്തൊലിച്ച് ഓലമേയുകയാണ് നാരായണൻ. മകന്റെ കൂടെ പ്രചരണത്തിന് പോകുന്നില്ല എന്ന് ചോദിച്ച ഒരു നാട്ടുകാരനോട് പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന ലളിതമായ മറുപടി പറയുമ്പോൾ അതിലൊരു കുടുംബത്തിന്റെ മുഴുവൻ അതിജീവനത്തിന്റെ കഥയുണ്ട്. പറഞ്ഞു വരുന്നത് ബാലുശ്ശേരി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VT സൂരജിന്റെ പിതാവ് നാരായണനെ കുറിച്ചാണ്. എരിയുന്ന വയറിൽ തീയാണ് പ്രശ്നം എന്നത് രാഷ്ട്രീയക്കാരൊക്കെ സ്ഥിരമായി മുദ്രാവാക്യം വിളിക്കാറുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യം വിളി അങ്ങനെ അവർ എന്തെങ്കിലും തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാനാണ് വിളിക്കുന്നതെങ്കിൽ ആ മുദ്രാവാക്യത്തെ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാക്കുകയാണ് ബാലുശ്ശേരിയിലെ സ്ഥാനാർത്ഥി സൂരജിന്റെ ജീവിതം. ഓല കെട്ടി, പുരമേയൽ, വാഴകൃഷി തുടങ്ങി നാട്ടിലെ സകല കൂലിപ്പണിയും ചെയ്താണ് എരവട്ടൂർ ചേനായി വെട്ടുവർക്കണ്ടി തറമേൽ നാരായണൻ തന്റെ മക്കളെ വളർത്തിയത്. മകൻ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോഴും തന്റെ പണിയായുധങ്ങൾ താഴെ വെക്കാൻ ഈ അച്ഛന് കഴിയില്ല. മനസ്സുകൊണ്ട് മോന്റെ ഒപ്പമുണ്ട്. എല്ലാവരും മോൻ നന്നാവുമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെന്നും ഇത്രയും വാചകങ്ങൾ പറഞ്ഞ് മുഴുവിപ്പിക്കും മുൻപേ നാരായണന്റെ ശബ്ദമിടറി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ച നാരായണൻ സഹോദരിമാരുടെ വിവാഹം അടക്കമുള്ള ചുമതലകൾ നിർവഹിക്കാനാണ് കൂലിപ്പണിക്ക് ഇറങ്ങിയത്. ഇന്നും 800 രൂപ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന അദ്ദേഹം ഓല മേയുന്ന ജോലി ചെയ്താൽ കിട്ടുന്ന അധികമായ 100 രൂപയിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകൾ പ്രകാരം സൂരജിന്റെ കൈവശമുള്ളത് വെറും 6300 രൂപയാണ്. ബാങ്കിലുള്ള 1700 രൂപയും ഇരുചക്ര വാഹനം അടക്കം ആകെ ആസ്തി 25,200 രൂപ മാത്രമാണ്. പത്രിക സമർപ്പിക്കാൻ പോകുന്ന ദിവസം രാവിലെ അച്ഛൻ നാരായണൻ തന്റെ വിയർപ്പിന്റെ മണമുള്ള 3000 രൂപ മകന് നേരെ നീട്ടിയിരുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു 1000 രൂപ മാത്രം വാങ്ങി ബാക്കി അച്ഛന് തന്നെ തിരികെ നൽകിയ സൂരജ് ആ തുകയും സഹപ്രവർത്തകർ നൽകിയ പണവും ചേർത്ത് ആണ് നാമനിർദ്ദേശ പത്രിക കെട്ടിവെക്കാനുള്ള പണം കണ്ടെത്തിയത്. സിറ്റിംഗ് MLA KM സച്ചിൻ ദേവിനെതിരെയാണ് KSU ജില്ലാ പ്രസിഡന്റായ സൂരജ് മത്സരിക്കുന്നത്. SFIയിലൂടെ വളർന്നു വന്ന സച്ചിൻ ദേവും KSUയിലൂടെ തെരുവുകളിൽ രാത്തിയടിയേറ്റ് ചോര ചീന്തിയ സൂരജും ഏറ്റുമുട്ടുമ്പോൾ പോരാട്ടം എന്തായാലും പ്രവചനാതീതമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് മുൻതൂക്കം ലഭിച്ച ഒരു വിജയം, ആ വിജയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യം. സിനിമാ താരം ധർമ്മജനെ ഇറക്കിയിട്ടും കഴിഞ്ഞ തവണ വീണുപോയ മണ്ഡലമാണ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഇത്. ഇത്തവണ മണ്ണറിഞ്ഞ് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരന്റെ മകനിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് UDF കണക്ക് കൂട്ടുന്നത്. ഓലമയുന്ന അച്ഛന്റെയും അക്കൗണ്ട് കളക്ഷൻ ഏജന്റായ അമ്മ പുഷ്പയുടെയും കഠിനാധ്വാനം കണ്ട് വളർന്ന സൂരജിന് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ വെറും ഒരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമല്ല. മുദ്രാവാക്യങ്ങൾക്കപ്പുറം വിശക്കുന്ന വയറിന്റെയും വിയർപ്പൊഴുക്കുന്ന മനുഷ്യരുടെയും പ്രതിനിധിയായി സൂരജ് മാറുമ്പോൾ ബാലുശ്ശേരിയിലെ വോട്ടർമാർക്ക് ഇതൊരു വെറും തെരഞ്ഞെടുപ്പല്ല, തങ്ങളിൽ ഒരാളെ നിയമസഭയിലേക്ക് അയക്കാനുള്ള അവസരം കൂടിയാണ്. കേവലം വോട്ട് ബാങ്കുകൾക്കും രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ കഠിനാധ്വാനവും അതിജീവനവുമാണ് VT സൂരജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബാലുശ്ശേരിയിൽ ചർച്ചയാകുന്നത്. ആഡംബരങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണിത്. ഓലമയുന്ന അച്ഛന്റെയും അക്കൗണ്ട് കളക്ഷൻ ഏജന്റായ അമ്മയുടെയും വിയർപ്പിന്റെയും വിലയറിഞ്ഞ് വളർന്ന സൂരജ് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ സഭയിൽ വിളിച്ചു പറയുമെന്ന പ്രതീക്ഷയിലാണ് മണ്ഡലത്തിലെ വോട്ടർമാർ. രാഷ്ട്രീയ പ്രഗത്ഭർ തമ്മിലുള്ള മത്സരത്തിനപ്പുറം വിയർപ്പൊഴുക്കുന്നവന്റെയും വിശക്കുന്നവന്റെയും ശബ്ദമായി യുവാവ് മാറുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നുണ്ട്. എന്നാൽ ബാലുശ്ശേരിയിൽ തെരഞ്ഞെടുപ്പ് വിജയം UDFന് അത്ര നിസ്സാരമായ കാര്യമല്ല. സച്ചിൻ ദേവിനെ പോലെ കറുത്തൂറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ളത്. എന്തായാലും സൂരജിന്റെ അധ്വാനത്തിനും കടന്നു വന്ന കഠിനമായ പാതകൾക്കും ബാലുശ്ശേരിക്കാർ വോട്ട് നൽകി കൂടെ ചേർത്ത് നിർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്.